അസ്വാഭാവികം എന്ന് പറയാൻ കഴിയില്ല. കാരണം ഇതൊരു സ്വാഭാവിക തുടർച്ച മാത്രമാണെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം മുഖ്യമന്ത്രി പറഞ്ഞു കഴിഞ്ഞതോടെ എന്താണ് പാർട്ടിയുടെയും സർക്കാരിൻ്റെയും നിലപാട് എന്നുള്ളത് ഇക്കഴിഞ്ഞ 21-ാം തീയതി വ്യക്തമായതാണ്. ഇക്കഴിഞ്ഞ 4 ദിവസങ്ങളിൽ പിന്നീട് നേരത്തെ ഉയർന്നിരുന്ന ശബ്ദങ്ങളൊക്കെ പതിയെ പതിയെ കെട്ടടങ്ങുന്നത്, പി വി അൻവറിൻ്റേതടക്കം അത് താണു തുടങ്ങുന്നത്, പി വി അൻവറിൻ്റെ ആ ഒരു ഗാഠമായ ശബ്ദമൊക്കെ ഇടവേളകൾ എടുക്കുന്നു, വെളിപ്പെടുത്തലുകളുടെ മൂർച്ച കുറയുന്നു. അങ്ങനെ പതിയെ ഒരു പിന്മാറ്റം പി വി അൻവർ MLA പോലും നടത്തുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. പൂർണ്ണമായും പിൻവാങ്ങുമെന്ന് ഞാൻ കരുതുന്നില്ല. ഇനിയും ഒരു അംഗത്തിന് പി വി അൻവറിന് ബാല്യമുണ്ട്. പ്രതിപക്ഷവും അതാണ് ആഗ്രഹിക്കുന്നത്. പി വി അൻവറിനെ ആയുധമാക്കിക്കൊണ്ട് പ്രതിപക്ഷം അത് മുതലെടുക്കുന്നുമുണ്ട് നല്ല രീതിയിൽ. ഇവിടെ ഇന്ന് MV ഗോവിന്ദൻ്റെ വാക്കുകൾ കൂടി വന്നതോടുകൂടി ഒരു കാര്യം നമുക്ക് എല്ലാവർക്കും ബോധ്യപ്പെടുകയല്ലേ, ശശിയാണ് ശരി. പി ശശി എന്താണോ പറയുന്നത്, അല്ലെങ്കിൽ പി ശശി എന്താണോ ചെയ്തു വന്നത് അതാണ് ശരി. പി ശശിക്കെതിരെ പി വി അൻവർ MLA ഉയർത്തിയ ആരോപണങ്ങളും ആക്ഷേപങ്ങളും പാർട്ടി മുഖവിലക്കെടുക്കുന്നില്ല എന്നത് വ്യക്തമാവുകയാണ്. രണ്ടാമത്തേത് ADGP MR അജിത് കുമാർ. ADGP MR അജിത് കുമാറിന് ഇത്രയും ഒരു ഗ്രിപ്പും ഹോൾഡും വരുന്നത് പി ശശിയുമായിട്ടുള്ള ആ ഒരു അടുപ്പത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ്. പി ശശിയുമായും മുഖ്യമന്ത്രിയുമായും നേരിട്ടുള്ള ഒരു ആക്സസിലേക്ക് പോയതിനു ശേഷമാണ് ഇക്കഴിഞ്ഞ ഒരു 3-4 വർഷ കാലയളവിലാണ് ADGP MR അജിത് കുമാർ ഒരു സൂപ്പർ DGP ആയി മാറുന്നത് നമ്മൾ കണ്ടത്. ഇവിടെ ഇപ്പോൾ പ്രധാനമന്ത്രി മുണ്ടക്കൈ ചൂരൽമല ദുരന്തവേളയിൽ സന്ദർശിക്കാൻ വന്നപ്പോഴും ചീഫ് സെക്രട്ടറിക്ക് പകരം അത് വിശദീകരിക്കുന്നത് MR അജിത് കുമാർ എന്ന ADGP ആണ്. അത് അദ്ദേഹത്തിന് ജിയോളജിയിലുള്ള അറിവ് കൂടി മനസ്സിലാക്കിക്കൊണ്ട് അങ്ങനെ ചീഫ് സെക്രട്ടറി ഏൽപ്പിച്ചതാണെന്ന് കേൾക്കുന്നു. എന്നാൽ പോലും പ്രധാനമന്ത്രി വരുമ്പോൾ അത്രയും സജീവമായ ഒരു ശ്രദ്ധ കിട്ടുന്ന ഒരു ദൃശ്യത്തിൽ പോലും അവിടെ വലിയ രീതിയിൽ ഉൾക്കൊള്ളുന്നത് ADGP MR അജിത് കുമാറിനെയാണ്. അപ്പോൾ ഇതൊരു സ്വാഭാവികമായ തുടർച്ച മാത്രമാണ് എന്ന് ഞാൻ പറയാനുള്ള കാരണങ്ങൾ ഇതൊക്കെയാണ്. ഇന്നത്തെ CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പ്രത്യേകിച്ച് കാര്യമായൊന്നും സംഭവിച്ചില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. മുഖ്യമന്ത്രിയുടെ നിലപാട് എന്താണോ അത് അതേപടി ഏറ്റെടുക്കുക അല്ലെങ്കിൽ ഏറ്റുപാടുക, അതിലേക്ക് MV ഗോവിന്ദന് എത്തേണ്ടി വന്നിരിക്കുകയാണ്. ആദ്യഘട്ടത്തിലൊക്കെ MV ഗോവിന്ദൻ ഈ വിഷയത്തിലെടുത്തിരുന്ന നിലപാട് എന്താണ്? പരാതി എഴുതി തരട്ടെ പി വി അൻവർ എന്നുവരെ പറഞ്ഞ MV ഗോവിന്ദനാണ് ഇന്നിങ്ങനെ പത്തിമടക്കുന്ന ഒരു MV ഗോവിന്ദനായി മാറുന്നത് എന്നുള്ളതാണ് ഇന്ന് കേരളം കണ്ടത്. ADGP എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തിന് ഉത്തരവാദിത്തം ഏൽക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആദ്യഘട്ടത്തിൽ പ്രതിരോധത്തിന്റെ ബാറ്റെടുത്ത MV ഗോവിന്ദൻ പിന്നീട് തരാതരം പോലെ നിലപാട് മാറുകയാണ്. അപ്പോൾ പ്രത്യേകിച്ച് ഒരു നിലപാടൊന്നും എടുക്കുന്നില്ല. ഈ പാർട്ടിയെക്കുറിച്ച് ഒരു ചുക്കും അറിയില്ല എന്ന് പറയാനാണെങ്കിൽ അങ്ങനെയല്ല, എല്ലാം ജനങ്ങൾക്ക് മനസ്സിലായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ബോധ്യപ്പെടുന്ന കാര്യം. സെക്രട്ടേറിയറ്റ് യോഗം മുഖ്യമന്ത്രിയുടെ നിലപാട് അതേപടി സ്വീകരിക്കുന്നു. CPIM-ലെ എല്ലാവരും, അണികളും അതോടൊപ്പം തന്നെ അനുഭാവികളും അടക്കം ആ രീതിയിലേക്ക് സമൂഹ മാധ്യമങ്ങളിലടക്കം എഴുത്തുമാറ്റുന്നു. അതൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇവിടെ ഒരു ചോദ്യം പ്രസക്തമല്ലേ? പി വി അൻവർ MLA ഉന്നയിച്ച ആരോപണങ്ങളൊക്കെ ഇവിടെ പോയി? ആരോപണങ്ങളിന്മേലല്ലേ അന്വേഷണം പ്രഖ്യാപിച്ചത്? അപ്പോൾ ആ ആരോപണങ്ങളിന്മേൽ സർക്കാർ പ്രഖ്യാപിച്ച ഒരു അന്വേഷണം നടക്കുമ്പോൾ അതേ പാർട്ടിയുടെ, ഭരിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി വന്ന പി വി അൻവർ ഉന്നയിച്ച ആരോപണങ്ങളെ തള്ളുന്ന രീതിയിൽ ഒരു സമീപനം ഇന്നെടുത്തത് ശരിയായോ എന്ന ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്. രണ്ടും രണ്ട് രീതിയിലാണ് നിൽക്കുന്നത്. അക്കാര്യത്തിൽ ഒരു ചർച്ചക്കുറവ് വന്നു. എന്തോ പറഞ്ഞപ്പോൾ പറ്റിപ്പോയതായിരിക്കാം. ഇവിടെ കഴമ്പില്ല എന്നാണ് MV ഗോവിന്ദൻ പറഞ്ഞതായി ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ അത് പാർട്ടിക്കും സർക്കാരിനും പരാതി നൽകിയിട്ട് വീണ്ടും പരസ്യ പ്രസ്താവന നടത്തിയ പി വി അൻവർ തിരുത്തണം എന്നാണ് MV ഗോവിന്ദൻ പറഞ്ഞു വെക്കുന്നത്. പാർട്ടി സെക്രട്ടറി എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് അത് പറയാം. പക്ഷേ പി വി അൻവർ പാർട്ടിയുടെ അംഗമല്ല, പാർലമെന്ററി പാർട്ടിയുടെ അംഗമാണ്. അതായത് ഇടത് MLA മാത്രമാണ്. അപ്പോൾ പാർട്ടിക്ക് തിരുത്തേണ്ട രീതിയിൽ പി വി അൻവർ നിൽക്കണം എന്നുള്ള വ്യവസ്ഥയൊന്നുമില്ല. മുന്നണിക്കകത്തെ ഒരു MLA ആയതുകൊണ്ട് പാർട്ടിയുടെ പാർലമെന്ററി ഇടത് അനുഭാവി കൂടിയായ പി വി അൻവറിന് അത് സ്വയം നിർണയാധികാരമുള്ള ഒരു വിഷയമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം പാർട്ടി അംഗമല്ലാത്തത് കൊണ്ട് ഏതെങ്കിലും ഒരു ഘടകത്തിൽ നിന്ന് അദ്ദേഹത്തെ തരം താഴ്ത്താനോ ഒന്നും പറ്റില്ല. MLA അടുത്ത തവണ മത്സരിപ്പിക്കേണ്ട എന്ന് വേണമെങ്കിൽ പാർട്ടിക്ക് തീരുമാനിക്കാം. പി വി അൻവറും അത് ആഗ്രഹിക്കുന്നില്ല എന്ന രീതിയിലുള്ള പ്രതികരണങ്ങളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, മറുഭാഗത്ത് നിന്ന് പി വി അൻവറിന് കിട്ടുന്ന പിന്തുണയെ നമ്മൾ കുറച്ച് കാണേണ്ടതില്ല. പ്രതിപക്ഷം പി വി അൻവറിനെ എൻഡോഴ്സ് ചെയ്യുന്നുണ്ട്, അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ ഏറ്റെടുക്കുന്നുണ്ട്, അതുമായി മുന്നോട്ട് പോകുന്നുമുണ്ട്. പി വി അൻവർ ഈ വിഷയത്തിൽ ഇനി എന്ത് ചെയ്യും എന്നത് മാത്രമാണ്. പാർട്ടി കൂടി ഇപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങളെ സമ്മതിച്ചു കൊടുത്തതോടുകൂടി ഇനി അൻവർ എന്ത് ചെയ്യുന്നു എന്നതിൽ മാത്രമേ എന്തെങ്കിലും സംഭവിക്കാൻ സാധ്യതയുള്ളൂ. അല്ലെങ്കിൽ അതിൽ മാത്രമേ ഇനി എന്തെങ്കിലും ചർച്ച ചെയ്യേണ്ടതായ വസ്തുത തന്നെയുള്ളൂ. ബാക്കി എല്ലാവരും ഒന്നിച്ചാണ്. അതെല്ലാം ഒറ്റ ടീമായി കഴിഞ്ഞു ഉണ്ണിസാർ. ഇനിയിപ്പോൾ പാർട്ടി തിരുത്തും, പൂരം കലക്കൽ, ADGP RSS കൂടിക്കാഴ്ച എന്നൊക്കെ പറഞ്ഞ് ഉണ്ണിസാർ ഇവിടെ ഇരുന്ന് രോഷം കൊള്ളുന്ന അത്ര പോലും പാർട്ടിക്കുള്ളിൽ രോഷം ഇപ്പോൾ ഇല്ല എന്നുള്ളതാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം. പൂരം കലക്കലിലേക്ക് വന്നു കഴിഞ്ഞാൽ, പൂരം കലക്കൽ എന്ന് പറയുന്നത് ഒരു കളക്റ്റീവ് ഫെയിലിയർ എന്ന ഒരു അന്വേഷണ റിപ്പോർട്ടിലേക്ക്, അല്ലെങ്കിൽ എല്ലാവർക്കും അതിൽ വീഴ്ച പറ്റിയിട്ടുണ്ട്, അവിടെ ഉണ്ടായിരുന്ന എല്ലാവർക്കും അതിൽ വീഴ്ച പറ്റിയിട്ടുണ്ട്, അതുകൊണ്ട് ഇനി അത് ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി ഒരു മാതൃകാ പൂരം നടത്തിപ്പിലേക്ക് നമ്മൾ എത്തണം എന്നുള്ള ഒരു ശുപാർശയിലേക്ക് എത്തുന്നതല്ലാതെ കാര്യമായിട്ട് എന്തെങ്കിലും അതിൽ സംഭവിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല.
തുടരന്വേഷണം വേണം എന്നുള്ള ആവശ്യങ്ങളൊക്കെ ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ ഉയർന്നു എന്നൊക്കെ കേൾക്കുന്നു. തുടരന്വേഷണം വന്നാലും എന്താണ് സംഭവിക്കാൻ പോവുക? അടുത്ത പൂരം നന്നായി നടത്തുന്നതിലേക്ക് നമ്മൾ എത്തണം എന്ന രീതിയിലുള്ള ഒരു മാതൃകാ ചട്ടം രൂപീകരിക്കൽ മാത്രമായിരിക്കും അവിടെ ഉണ്ടാവുക. അല്ലാതെ അവിടെ പ്രത്യേകിച്ചൊന്നും കിട്ടുന്നില്ല. ഇനി പൂര ദിവസം ADGPയെ വിളിച്ചിട്ട് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു. ADGPയെ വിളിച്ചിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ DGPയെ വിളിക്കണം. മറ്റ് പോലീസ് ഉദ്യോഗസ്ഥരില്ലേ, അവിടെ ചുമതലയുള്ള മറ്റ് ഉദ്യോഗസ്ഥരെല്ലാവരും ഉണ്ടല്ലോ, അവരെ ആരെയും വിളിച്ചിട്ട് കിട്ടിയില്ല. ADGPയെ മാത്രം വിളിച്ചു, ADGP മാത്രം കിട്ടിയില്ല എന്ന് പറയുന്നതിലൊന്നും കാര്യമില്ല. അവിടെ ഒരു കളക്റ്റീവ് ഫെയിലിയർ ഉണ്ടായിട്ടുണ്ട്. അത് എൻ്റെ പോലീസ് ഡിപ്പാർട്ട്മെന്റിനാണ്, ആഭ്യന്തര വകുപ്പിനാണ്. ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്ന ആരാണ്? മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രിക്ക് അടക്കം അപ്പോൾ വീഴ്ചയുണ്ടായിട്ടുണ്ട്. പൂരം കലക്കിയതിന്റെ ഉത്തരവാദിത്തം ആർക്കാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിംഗിൾ പോയിന്റ് പറയേണ്ടത് മുഖ്യമന്ത്രിയാണ്. കാരണം മുഖ്യമന്ത്രിയാണ് ആഭ്യന്തര വകുപ്പിന്റെ നാഥൻ, അല്ലാതെ ADGP അല്ല. അഥവാ ആഭ്യന്തര വകുപ്പ് ഭരിക്കാൻ ADGPയെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് പറയേണ്ടത് മുഖ്യമന്ത്രിയാണ്. അതാണ് ആ വിഷയത്തിലെ എൻ്റെ അഭിപ്രായം. ഇവിടെ നമുക്ക് പൂരത്തിന്റെ ആദ്യ സംഘാടക സമിതി യോഗം മുതൽ തന്നെ കാണുന്ന ഒരു വിഷയമുണ്ട്, അല്ലെങ്കിൽ പ്രകടമായിട്ടുള്ള എല്ലാവർക്കും ബോധ്യപ്പെട്ടിട്ടുള്ള ഒരു കാര്യമുണ്ട്. അത് തിരുവമ്പാടി ദേവസ്വവും പോലീസും തമ്മിലുള്ള സ്വരച്ചേർച്ചയില്ലായ്മയാണ്. പല കാര്യങ്ങളിലും തർക്കമായിരുന്നു. അതായത് ദേവസ്വങ്ങൾ പറയുന്ന കാര്യങ്ങളോട് അനുകൂലിച്ച് നിൽക്കാത്ത, അല്ലെങ്കിൽ പലതിനും മുടക്കം പറയുന്ന, തടസ്സം പറയുന്ന പല മാറ്റങ്ങളും പരിഷ്കാരങ്ങളും ഈ നടത്തിപ്പുമായി ചേർന്ന് പോകാത്ത തരത്തിൽ കൊണ്ടുവരാൻ ശ്രമിച്ചത് പോലീസാണ്. അത് വ്യക്തമാണ്. അത് ADGP നിർദ്ദേശിച്ചിട്ടാണോ എന്നുള്ളത് അന്വേഷണത്തിൽ തെളിയേണ്ടതാണ്. എന്തായാലും അവിടെ പോലീസുമായി അങ്ങനെയുള്ള വിഷയങ്ങൾ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് ആദ്യഘട്ടം മുതൽ തന്നെ പ്രകടമായ കാര്യമാണ്. അത് ഈ അന്വേഷണ റിപ്പോർട്ടിലും പരാമർശിച്ചിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. അപ്പോൾ തിരുവമ്പാടി ദേവസ്വത്തിൻ്റെ പേരെടുത്തതിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ അവർ മുന്നോട്ട് പോകും, അതിൽ തങ്ങളുടെ എതിർസ്വരം ഉണ്ടാകും എന്നുള്ള സൂചനകൾ അവരിന്ന് തന്നെ നൽകുന്നുണ്ട്. അപ്പോൾ ആ വിഷയം ആ രീതിയിൽ ഇനിയും മുന്നോട്ട് പോകുന്നത് നമുക്ക് വരും ദിവസങ്ങളിലും ചർച്ച ചെയ്യാം. ഇനി അടുത്ത പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ ADGP RSS കൂടിക്കാഴ്ചയാണ്. എന്തിനാണ് ADGP RSS നേതാക്കളെ പോയി കണ്ടത് എന്നതിൽ ഇപ്പോൾ അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. അത് 3 ആഴ്ചയ്ക്ക് ശേഷമാണ്. DGPയുടെ നേതൃത്വത്തിലുള്ള ടീമിനെ അന്വേഷണം ഏൽപ്പിച്ച് 3 ആഴ്ചയാകുമ്പോഴാണ്, അതായത് അവരുടെ അന്വേഷണം ഏറെക്കുറെ പൂർത്തിയാകാൻ നിൽക്കുന്ന വേളയിൽ, ഒരാഴ്ച മാത്രമേ ഇനി ബാക്കിയുള്ളൂ ഈ DGPയുടെ അന്വേഷണ റിപ്പോർട്ട് വരാൻ. ഒക്ടോബർ 3-ാം തീയതി ആകുമ്പോഴേക്കും റിപ്പോർട്ട് കൊടുക്കണം. അപ്പോൾ അതിന് തൊട്ട് മുൻപായി ഒരാഴ്ച മാത്രം നിൽക്കുമ്പോൾ ഈ ഒരു അന്വേഷണത്തിന് കൂടി ഉത്തരവിടുന്നു. നേരത്തെ തന്നെ നോട്ടീസ് നൽകുന്ന കാര്യമടക്കം സംഭവിച്ചു എന്ന് പറയുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ അറിഞ്ഞത് മാത്രമായിരിക്കും. 2 ദിവസത്തിന് മുൻപേ അത് പറഞ്ഞിട്ടുണ്ട്. ഈ അന്വേഷണത്തിലൂടെ എന്താണ് കണ്ടെത്താൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമല്ലേ. ഇതിൽ RSSുമായി നടത്തിയ, RSSന്റെ ജനറൽ സെക്രട്ടറിയുമായി ADGP MR അജിത് കുമാർ നടത്തിയ കൂടിക്കാഴ്ച, ആ കൂടിക്കാഴ്ചയ്ക്കായി കാറിൽ കൂട്ടിക്കൊണ്ടുപോയ അദ്ദേഹത്തിന്റെ സുഹൃത്ത് അല്ലെങ്കിൽ സഹപാഠിയായ മുതിർന്ന പ്രചാരകൻ ജയകുമാർ എന്ന് പറയുന്ന ഈ RSSന്റെ പ്രചാരകന് നോട്ടീസ് അയച്ച് വിളിച്ചു വരുത്തി എന്താണ് ചോദിക്കാൻ പോകുന്നത്? അതിൽ എന്ത് ക്രിമിനൽ കുറ്റമാണ് ജയകുമാർ എന്ന RSSന്റെ പ്രചാരക ചെയ്തത്? ആ ചോദ്യം അവിടെ പ്രസക്തമല്ല. ഇപ്പോൾ നോട്ടീസ് അയച്ചു എന്നുള്ള വാർത്ത പ്രചരിക്കുന്നുണ്ട്. അങ്ങനെ നോട്ടീസ് അയക്കുന്നതിനായി എന്ത് കേസാണ് നിലവിലുള്ളത്, അല്ലെങ്കിൽ എന്ത് ക്രിമിനൽ കുറ്റമാണ് ചെയ്തത്, അല്ലെങ്കിൽ ഏത് കുറ്റത്തിനാണ് കൂട്ടുനിന്നത്? RSSന്റെ ജനറൽ സെക്രട്ടറിയെ പോയി കാണുന്നത് ഒരു ക്രിമിനൽ കുറ്റമാണോ? അതിനായി കാറിൽ കൊണ്ടുപോകുന്നത് ഒരു ക്രിമിനൽ കുറ്റമാണോ? എന്താണ് ഇവിടെ അന്വേഷിക്കുന്നത്? അതുകൂടി വ്യക്തമാക്കണം. ഇക്കാര്യം കൂടി അന്വേഷണ പരിധിയിൽ വരും എന്ന് പറയുമ്പോൾ എന്താണ് അതിലെ കുറ്റം, അല്ലെങ്കിൽ എന്താണ് അതിലെ ക്രിമിനൽ നടപടിക്രമങ്ങൾ അനുസരിച്ചുകൊണ്ട് നോട്ടീസ് നൽകി വിളിപ്പിക്കാനും മാത്രം അവിടെ സംഭവിച്ചത് എന്താണ് എന്നതുകൂടി വ്യക്തമാകണം. അല്ലാതെ ഇങ്ങനൊരു നോട്ടീസ് വന്നു കഴിഞ്ഞാൽ ഉടൻ, അല്ലെങ്കിൽ ഇങ്ങനൊരു നോട്ടീസ് അയക്കുന്നതിന് ആവശ്യമായ കാരണങ്ങൾ വ്യക്തമാക്കാതെ അവരൊക്കെ പോയി അത് കാണുകയോ അല്ലെങ്കിൽ കാര്യങ്ങൾ വിവരിക്കുകയോ ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്നൊക്കെ നമ്മൾ ധരിച്ച് ഇരുന്ന് കഴിഞ്ഞാൽ അങ്ങനെ സംഭവിക്കാനുള്ള ഒരു സാധ്യത വളരെ കുറവാണ്. മാത്രമല്ല, ഉണ്ണിസാർ പറഞ്ഞതുപോലെ, നമ്മളെ ഉദാഹരണമാക്കിയതുപോലെ തന്നെ നമുക്ക് ആക്ച്വൽ വ്യക്തികളിലേക്ക് തന്നെ പോകാം. ADGP MR അജിത് കുമാറും RSSന്റെ സർക്കാര്യവാഹ് ദത്താത്രേയ ഹൊസബളയും തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ അവർ രണ്ടുപേർ തമ്മിലുള്ള 1-to-1 ഇന്ററാക്ഷൻ ആണ് എന്നുണ്ടെങ്കിൽ ആ 2 വ്യക്തികൾ പറയാതെ എങ്ങനെയാണ് അറിയുക എന്താണ് ചർച്ച ചെയ്തത് എന്നുള്ളത്? അല്ലെങ്കിൽ അവർ തമ്മിൽ ചർച്ച ചെയ്ത കാര്യത്തെപ്പറ്റി ADGP MR അജിത് കുമാറോ RSSന്റെ സർക്കാര്യവാഹോ മറ്റൊരാളോട് പറയണം. അല്ലെങ്കിൽ അവരുടെ ADGP MR അജിത് കുമാർ ബിലോങ് ചെയ്യുന്നത് ആഭ്യന്തര വകുപ്പിനെയാണ്, പോലീസ് ഡിപ്പാർട്ട്മെന്റിനെയാണ്. അതിൽ ആരോടെങ്കിലും അദ്ദേഹം പറഞ്ഞിട്ടുണ്ടാവണം. അല്ല എങ്കിൽ ഇവർക്ക് ഈ കൂടിക്കാഴ്ചയ്ക്ക് അവസരമൊരുക്കിയ, കാറിൽ അവിടേക്ക് കൊണ്ടുപോയ RSSന്റെ മുതിർന്ന പ്രചാരകായ ജയകുമാർ പറയണം. അത് ചോദിച്ചറിയാനായിരിക്കാം ഈ നോട്ടീസ് നൽകിയത് എന്നതാണ് നമുക്ക് ന്യായമായും സംശയിക്കാവുന്ന കാര്യം. അത് അദ്ദേഹം പറയാൻ പോകുന്നുണ്ടോ? ഇവർ നടത്തിയ കൂടിക്കാഴ്ചയുടെ വിഷയം സംബന്ധിച്ച് പറയാൻ പോകുന്നുണ്ടോ? അങ്ങനെയൊക്കെ ചിന്തിച്ച് CPI ഒക്കെ ശരിക്കും ഇപ്പോൾ പറ്റിച്ചിരിക്കുകയാണ് യഥാർത്ഥത്തിൽ. CPI, അതുപോലെ തന്നെ RJD, NCP, ഒപ്പം പ്രതിപക്ഷം എല്ലാവരും ആവർത്തിച്ച് ആവശ്യപ്പെടുന്നത് ഈ കൂടിക്കാഴ്ച എന്തിനായിരുന്നു? മുഖ്യമന്ത്രി അതിന് മറുപടി പറയണം, CPIM അതിന് മറുപടി പറയണം. എന്ത് മറുപടി പറയാനാണ്? ഇങ്ങനെ ഒരു കൂടിക്കാഴ്ച നടന്നു എന്നുള്ളത് കഴിഞ്ഞ വർഷം തന്നെ അറിഞ്ഞ മുഖ്യമന്ത്രി ഇപ്പോൾ എന്ത് മറുപടി പറയാനാണ്? ഇതിൽ ഒറ്റ കാര്യം ചെയ്താൽ പോരെ? ഇവിടെ CPIയുടെ മുഖപത്രം ജനയുഗത്തിലെ മുഖപ്രസംഗത്തെക്കുറിച്ച് പറഞ്ഞല്ലോ. ആദ്യമായിട്ടൊന്നും അല്ലല്ലോ, തുടരെ വിമർശിച്ചുകൊണ്ടിരിക്കുകയാണ്. ജനയുഗം തുടരെ വിമർശിക്കുന്നു. മുന്നണി യോഗത്തിൽ അതൃപ്തി CPI പ്രകടിപ്പിക്കുന്നു. RJDയും NCPയും പുറത്തും അകത്തും എല്ലാം പറയുന്നു. അങ്ങനെയെല്ലാം സംഭവിക്കുമ്പോൾ ഇവിടെ ഈ RSS ജനറൽ സെക്രട്ടറിയോട് കേരളത്തിന് ക്രമസമാധാന പാലന ചുമതലയുള്ള ADGP പോയി കൂടിക്കാഴ്ച നടത്തി എന്താണ് പറഞ്ഞത് എന്നുള്ളത് ചോദിക്കാൻ ബാധ്യതയുള്ള ഒരാളുണ്ടല്ലോ ഇവിടെ.
ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആഭ്യന്തര വകുപ്പിന്റെ ചുമതലക്കാരൻ അത് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. മുഖ്യമന്ത്രി പിണറായി വിജയന് ഈ ADGP MR അജിത് കുമാറിനെ നേരിട്ട് വിളിച്ചിട്ട് ചോദിക്കാൻ കഴിയാത്ത കാര്യമൊന്നുമല്ലല്ലോ. ആ ഉത്തരം അദ്ദേഹത്തിന് ബോധ്യപ്പെടുന്നതല്ല എങ്കിൽ ഇങ്ങനെയുള്ള ഒരു ധാർമ്മികമായിട്ടുള്ള ഒരു ശരികേട് അതിലുണ്ട്. സർക്കാർ ഇപ്പോൾ ഭരിക്കുന്ന പാർട്ടിയുടെ നയവുമായി ചേർന്ന് പോകുന്നതല്ല നിങ്ങൾ നടത്തിയ കൂടിക്കാഴ്ച എന്നുള്ളത് MR അജിത് കുമാറിനോട് പറയാൻ കഴിവില്ലാത്ത ഒരു മുഖ്യമന്ത്രിയൊന്നും അല്ലല്ലോ പിണറായി വിജയൻ. എന്തുകൊണ്ട് അദ്ദേഹം അത് പറയുന്നില്ല എന്നതിൻ്റെ ഉത്തരം ഈ കൂടിക്കാഴ്ചയെപ്പറ്റി ഉള്ള ചോദ്യത്തിന് അത് പേഴ്സണലായിട്ടുള്ള ഒരു വിസിറ്റാണ്, ഞാൻ പോയതാണ് എന്ന ഉത്തരം അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു എന്നുള്ളതാണ് അതിൻ്റെ സിമ്പിൾ ആൻസർ. ഇനി ഉണ്ണിസാർ പറഞ്ഞ ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. പൂരം കലക്കലിൻ്റെ രാഷ്ട്രീയ ഗുണത്തെക്കുറിച്ചാണ്. പൂരം കലക്കിയതുകൊണ്ട് മാത്രമാണ് സുരേഷ് ഗോപി ജയിച്ചത്, അല്ലെങ്കിൽ പൂരം കലക്കി ജയിക്കാൻ നിൽക്കുകയായിരുന്നു സുരേഷ് ഗോപി എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നതൊക്കെ മണ്ടത്തരമാണ്. കാരണം തൃശ്ശൂരിൽ വോട്ട് ഉയർത്തുന്നതിനായി ഈ കരുവന്നൂർ വിഷയമടക്കം, കരുവന്നൂരിലെ പദയാത്രയടക്കം എപ്പോഴാണ് നടത്തിയത്? മാസങ്ങൾക്ക് മുൻപേ തുടങ്ങി. മുന്നൊരുക്കങ്ങൾ 2-2.5 വർഷം മുൻപേ തുടങ്ങി. അവിടെ തന്നെ ക്യാമ്പ് ചെയ്ത് പ്രചാരണം നടത്തി. 2019 മത്സരിക്കാൻ വരുമ്പോൾ 1 മാസത്തിൽ താഴെ സമയം മാത്രം ചെലവഴിച്ച സുരേഷ് ഗോപി അവിടെ ഉയർത്തിയ വോട്ട് എത്രയായിരുന്നു? 2019 അത്രയും വോട്ട് ഉയർത്തിയ സുരേഷ് ഗോപിക്ക് 2-2.5 കൊല്ലം അവിടെ ക്യാമ്പ് ചെയ്ത് യഥാർത്ഥത്തിൽ 2019 ശേഷമുള്ള കാലഘട്ടത്തിൽ ഉടനീളം ഈ തൃശ്ശൂർ തന്നെ മുൻനിർത്തിക്കൊണ്ട് പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത. അങ്ങനെ പ്രവർത്തിച്ചിട്ടുള്ള സംഘടനാ ശക്തി മുഴുവൻ തൃശ്ശൂർ മണ്ഡലത്തിൽ വിനിയോഗിച്ചിട്ടുള്ള, പ്രധാനമന്ത്രി പലവട്ടം വന്നു പോയിട്ടുള്ള, അങ്ങനെ എല്ലാ തരത്തിലും എല്ലായിടങ്ങളിലും കാടിളക്കി പ്രചാരണം നടത്തി കൂടുതൽ അംഗങ്ങളെ ചേർത്ത് എല്ലാ രീതിയിലും വോട്ട് പെട്ടിയിലാക്കാനായിട്ടുള്ള മാർഗങ്ങൾ ചെയ്തു വെച്ചിരിക്കുന്ന സുരേഷ് ഗോപി തൃശ്ശൂരിൽ പൂരം കലക്കി വിജയിച്ചു എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് ആരുടെ ബുദ്ധിയാണ്? 3ാം സ്ഥാനത്തായ K മുരളീധരന് ജാള്യത മറയ്ക്കാൻ അതൊക്കെ പറയാം, കോൺഗ്രസ് പാർട്ടിക്ക് പറയാം. കോൺഗ്രസിന് കുറഞ്ഞ വോട്ട് മുഴുവൻ BJPയിലേക്കാണ് പോയത് എന്ന് പറയുമ്പോൾ ഇവിടെ സുനിൽകുമാറിന് വോട്ട് ഉയർന്നത് എന്തുകൊണ്ട് കോൺഗ്രസ് കാണുന്നില്ല എന്ന ചോദ്യം അവിടെ പ്രസക്തമായി തന്നെ നിൽക്കുകയാണ്. VS സുനിൽകുമാർ ആയിരുന്നു ജയിക്കേണ്ടിയിരുന്നത്, അല്ലെങ്കിൽ VS സുനിൽകുമാറിന് ജയസാധ്യതയുണ്ടായിരുന്നു എന്ന് VD സതീശൻ പറഞ്ഞത് അവിടെയുള്ള ക്രോസ് വോട്ടിങ്ങിന്റെ സൂചനയാണോ? നിങ്ങൾ അങ്ങനെയാണോ ആലോചിച്ചുറപ്പിച്ച് വെച്ചിരുന്നത് എന്നുള്ള മറുചോദ്യവും മറുഭാഗത്തു നിന്നുണ്ട്. ഇതിൽ അതുകൊണ്ട് ഒരു ക്ലാരിറ്റി വേണം. പൂരം കലക്കി വിജയിച്ചയാളാണ് സുരേഷ് ഗോപി എന്നുള്ള ചീത്തപ്പേര് സുരേഷ് ഗോപിക്ക് ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് ഈ കാര്യത്തിലെ എൻ്റെ ടേക്ക്. അതുകൊണ്ട് ഇതിൽ കൃത്യമായ അന്വേഷണം നടക്കണം. ഈ പൂരം കലക്കിയത് ആരാണ് എന്നുള്ളത് പുറത്തു വരണമെങ്കിൽ ഒരു സ്വതന്ത്ര ഏജൻസി അത് അന്വേഷിക്കണം. അല്ലാതെ ഇപ്പോൾ നടക്കുന്നത് പോലെയുള്ള അന്വേഷണം കൊണ്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും ഗുണമുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. ഇപ്പോൾ കാണുന്ന പിന്തുണ അത് സ്വാഭാവികമായ പിന്തുണയാണ്. ഇതിനപ്പുറം ആരും പ്രതീക്ഷിക്കുകയും വേണ്ട. Meet the editors.